വീഡിയോ മാത്രം പോരാ ഭഗവാന്റെ യഥാർത്ഥ മുഖം വെളിച്ചത്ത് കൊണ്ടുവരണമെങ്കിൽ. ഇതിലും സ്ട്രോങ് ആയ തെളിവുകൾ വേണം. ഭഗവാൻ കുട്ടികളെ എവിടേക്കാ കൊണ്ടുപോയത്, എന്താ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ അവനെതിരെ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റൂ. സിറ്റിയുടെ ഔട്ടറിലുള്ള ഒരു പഴയ ഫാക്ടറിയിലേക്ക് ഭഗവാൻ പോകുന്നത് ഞാൻ കണ്ടിരുന്നു. അകത്തേക്ക് പോയി നോക്കാൻ ഞാൻ ശ്രമിച്ചു, എന്നാൽ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. കുഞ്ഞുങ്ങളെല്ലാം അവിടെ ഉണ്ടാകുമോന്ന് എനിക്ക് സംശയമുണ്ട്. ഡോൺ വറി, ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ് എന്ന നിലയിൽ അങ്ങോട്ട് എങ്ങനെ പോകണമെന്ന് എനിക്ക് നന്നായി അറിയാം. ഇന്ന് തന്നെ ഞാൻ അവിടെ പോയി എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഗൗരി, സർ, എന്നവർ അനാഥാശ്രമത്തിൽ നിന്നും മയക്കുമരുന്ന് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് സർ. എന്നെ നിങ്ങളാ സർ രക്ഷിക്കേണ്ടത്. നീ പേടിക്കണ്ട മോളെ. സർ, ഞാൻ എന്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് തിരിച്ചു പോയേക്കാം സർ. ശരി, നിനക്കൊന്നും പറ്റില്ല, നീ പൊയ്ക്കോ. താങ്ക്സ് സർ. ആ പെങ്കൊച്ച് ഓടുന്നത് കണ്ട ഒരു കടാവ് പശുവിന്റെ അടുത്തേക്ക് പാല് കുടിക്കാൻ ഓടുന്നത് പോലെയല്ലേ? അതെ അണ്ണാ. കണ്ടില്ലേ? എന്താണ് നമ്മുടെ ചെക്കനെ കൊന്നല്ലോ? ഇവൻ പിള്ളേരെ കടത്തിക്കൊണ്ട് വന്ന വീഡിയോ എനിക്ക് തന്നെ കിട്ടി, പിന്നെ എന്ത് ചെയ്യാനാ? ഇവൻ കുടുങ്ങിയെന്ന് വെച്ചോ, നമ്മുടെ കഥയും തീരൂടാ. ആരാണ് അയച്ചത്? അറിയത്തില്ലടാ. അത് എവിടുന്നാ വന്നതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടാ. എടോ ഡോക്ടറെ, സാറ് തന്ന ഓർഡർ വെച്ച് ബ്ലഡ് ഗ്രൂപ്പ് എല്ലാം മാച്ച് ആയല്ലോ അല്ലേ? രണ്ടു കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ആയി സാർ. ഓർഡർ കിട്ടിയ അനുസരിച്ച് നമ്മളെല്ലാം ഡെലിവറി ചെയ്തേക്കാം സാർ. ശരി, താങ്ക് യു സാർ. എന്താ ഒരു വൃത്തികെട്ട മണം? എടാ, ഈ ശവം ഒന്നും എടുത്തു മാറ്റിയില്ലേ? എന്തിനാണ് ഇവിടെ വെച്ചേക്കുന്നത്? അത് പിന്നെ പോലീസിന്റെ ശല്യം കാരണം ഏട്ടാ. ചേട്ടനെന്നാ ACPയോട് പറഞ്ഞ അങ്ങനെ വല്ലതും ചെയ്യും. അക്കാര്യം ഞാൻ നോക്കിയോളാം. ശരി ഏട്ടാ. മുംബൈയിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന പിള്ളേരില്ലേ, അവർ 2-3 വർഷം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഇങ്ങനെയൊക്കെ പോയാ എങ്ങനെയാടാ? ഡീലൊന്നും ഒത്തുവരുന്നില്ല ഏട്ടാ. ഇനി അങ്ങനെയൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. എന്തായത്, ഇപ്പൊ നമ്മുടെ പിന്നിൽ ഫോളോവേഴ്സ് അങ്ങ് കൂടുകയാണല്ലോ. ഓൾറെഡി ഒരു വീഡിയോ ലീക്കായെന്നുള്ള ടെൻഷനിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നീ മറ്റൊരു വീഡിയോ എടുക്കുകയാണോ? ടെക്നോളജി നിനക്ക് മാത്രമല്ലടി, ഞങ്ങൾക്കും വളരെ നന്നായിട്ട് അറിയാം മിസ് ലളിത. നീ എന്റെ ബർത്ത്ഡേക്ക് വരുമ്പോഴേ നിന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ എന്റെ പിള്ളേരോട് പറഞ്ഞു, നിന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന്. നിങ്ങൾ ഈ മീഡിയക്കാർക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞങ്ങളെ പോലുള്ളവരെ ജീവിക്കാൻ സമ്മതിക്കില്ലേ? നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? അനാഥ കുട്ടികളുടെ അവയവങ്ങൾ പെറുക്കി വിറ്റ് ജീവിക്കുന്നവനല്ലേ നീ? മനുഷ്യന്റെ മുഖം മൂടിയാണ് ഞാൻ മൃഗമല്ലടാ നീ. മൃഗം, ഐ ലൈക്ക് ഇറ്റ്. എനിക്കുള്ളിലുള്ള മൃഗത്തെ കാണാൻ നീ ആഗ്രഹിക്കുന്നോ?